ZEPHYR, the dream team in entrance coaching. നമസ്കാരം. വരാൻ പോകുന്ന JEE എക്സാം 2023 ജനുവരി 24 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില വീഡിയോ സെഷൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വരാൻ പോകുന്ന JEEയെക്കുറിച്ചും സംസാരിക്കാൻ നമ്മളോടൊപ്പം ZEPHYRൻ്റെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ വി സുനിൽകുമാർ സാറുണ്ട്. അതുപോലെ തന്നെ ZEPHYRലെ സീനിയർ മോസ്റ്റ് അധ്യാപകരുമുണ്ട്. എത്രത്തോളം ZEPHYRലെ കുട്ടികൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ട് എന്നാണ് സാർ കരുതുന്നത്? ZEPHYRൽ ഇപ്പം സെക്കൻഡ് ഇയർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിൻ്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ സെനത്ത് ബാച്ചിനാണെങ്കിൽ ആൾമോസ്റ്റ് എല്ലാം തീർന്ന് അവർ ഫസ്റ്റ് ഇയറും റിവിഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി എക്സാമിൻ്റെ റിവിഷൻ ടെസ്റ്റുകളാണ് അവർക്ക് ആവശ്യമുള്ളത്. ലാസ്റ്റ് സെഷന് ഉറപ്പായിട്ടും റിവിഷൻ ടെസ്റ്റുകളാണ് ഇവരെ ലാസ്റ്റ് റിവിഷൻ ടെസ്റ്റുകൾ, ഇനി ഹോൾ ടോപ്പിക് ടെസ്റ്റുകളാണ് നടത്താനുണ്ടാവുക. എത്രത്തോളം ടെസ്റ്റുകൾ നടത്താനാണ്? ഇനി നമ്മൾ 10 ഹോൾ ടോപ്പിക് എക്സാമാണ് 10 ഹോൾ ടോപ്പിക് എക്സാം. ഇതുവരെ അവരുടെ ഒരു JEE മെയിന് വേണ്ടുന്നുള്ള പ്രിപ്പറേഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ സിയോട്സ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ സിയോട്സിൽ തന്നെ ആൾറെഡി അഡ്വാൻസ്ഡ് എക്സാം പാറ്റേൺ നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഏതാണ്ട് പ്രിപ്പയർഡ് ആണ്. നമ്മുടെ ആദ്യം സിയോട്സ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് അവർക്ക്. അതിൽ ഈ 2 ചാപ്റ്റർ വെച്ചാണ് എക്സാം നടത്തുന്നത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇനി ഹോൾ ടോപ്പിക് എക്സാമിനേഷനോട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറേയും ടോപ്പിക്കുകൾ കണക്ട് ചെയ്താണ് ഹോൾ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് അതുകൂടെ കഴിയുമ്പോൾ മാക്സിമം മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പൊതുവിൽ JEE എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് മാത്സ് കുട്ടികൾക്ക് ഒരല്പം ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. പക്ഷേ ZEPHYRലെ കുട്ടികൾ നല്ല രീതിയിൽ, ഇപ്പോൾ സിയോട്സ് ആയിരുന്നാൽ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് മാത്സിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ്? മാത്സ് അധ്യാപനം എന്നുള്ള നിലയിൽ മനോജ് സാർ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. അത് ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് മെയിൻ ഫാക്ടർ. അത് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പറ്റുന്ന പല കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടു ലെങ്തി ആകാതെ ഓരോ ക്വസ്റ്റിനും അതിൻ്റെ ടു ദ പോയിന്റ് വെച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ട്രെയിൻ ചെയ്ത് വരുന്നത്, നമ്മുടെ എൻറ്റയർ ടീം ട്രെയിൻ ചെയ്ത് വരുന്നത് ഈ ഷോർട്ട് കട്ടുകളെ ബേസ് ചെയ്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കൂടാതെ കൺസെപ്റ്റ് കൃത്യമായി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. അത് മുൻ വർഷങ്ങളിലും അത് തന്നെയാണ്, ഈ വർഷവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കുട്ടികൾ ഇവിടെ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് എല്ലാ വർഷവും വെളിയിൽ വരുന്നതിന് കാരണം. ഈ വർഷവും അത് തന്നെ സംഭവിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ വിശ്വാസം. JEE എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നന്നായി സ്കോർ ചെയ്യുന്നത് കെമിസ്ട്രിയിലാണ്. ഇപ്പം കെമിസ്ട്രി അത് എത്രത്തോളം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നോ അത്രത്തോളം നല്ലൊരു റാങ്കിലേക്ക് വിദ്യാർത്ഥി എത്തിച്ചേരാറുമുണ്ട്. കെമിസ്ട്രി ഏത് രീതിയിലാണ് നമ്മൾ ZEPHYRൽ കുട്ടികളെ പ്രാപ്തരാക്കിയിരിക്കുന്നത് നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്? അതേപ്പറ്റി നമുക്ക് നമ്മുടെ മനോഹരൻ സാറിനോട് തന്നെ ചോദിക്കാം. സാർ, നമ്മൾ നടത്തിയിരിക്കുന്ന പല ടെസ്റ്റുകൾ നോക്കിയാൽ നേരത്തെ നടത്തിയ പരീക്ഷകളിലെ JEE പരീക്ഷകളുമായി ബന്ധപ്പെട്ട ടൈപ്പിലുള്ള നിരവധി ക്വസ്റ്റ്യനുകളാണ് നമ്മളവിടെ ഓരോ യൂണിറ്റ് ടെസ്റ്റിലും അതോടൊപ്പം തന്നെ CO2 പരീക്ഷകളിലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലൈബ്രറിയിൽ വന്നിരിക്കുമ്പോൾ JEE എഴുതുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് വളരെ ഡെവലപ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായ ആൻസർ എല്ലാം നമ്മുടെ കെമിസ്ട്രി അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. സാധാരണ JEE എക്സാംസിന് ഫിസിക്സിൽ ഒരല്പം ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് എന്നാണ് കേട്ടിരിക്കുന്നത്. അത് നമ്മുടെ കുട്ടികൾ എത്രത്തോളം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പ്രാപ്തരാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്? ഇപ്പോൾ ZEPHYRൽ ഫിസിക്സ് എടുക്കുന്ന അധ്യാപകരെല്ലാം കുറഞ്ഞത് ഒരു 30 വർഷം കൊണ്ട് ഇത് JEE അല്ലെങ്കിൽ IIT എടുക്കുന്ന അധ്യാപകരാണ്. അന്ന് തൊട്ട് തന്നെ ഈ IITയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന പ്രിലിമിനറി പോയിട്ടുള്ള പാർട്ട് എടുത്തുകൊണ്ടിരുന്ന ടീച്ചേഴ്സാണ് എല്ലാവരും. അവർക്ക് അത്രയും അനുഭവം. ഇപ്പം ടീച്ചർ തന്നെ 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് IIT എടുത്തിട്ടുള്ള ടീച്ചർ. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് 2 ഇയേഴ്സിലെ JEE മെയിൻ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞങ്ങളുടെ ഫീലിംഗ് റിലേറ്റീവ്ലി ഈസിയറാണ് 3-4 വർഷത്തിനെക്കാട്ടി മുമ്പേ. അതായത് നമ്മുടെ ഈ 25 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമല്ലോ, അതിൽ ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് പോട്ടെ, 10 ഓൺ ആൻ ആവറേജ് ഒരു 10 ക്വസ്റ്റ്യൻ നോർമൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു തറവായിട്ട് സബ്ജക്റ്റ് അറിയാമെങ്കിലുള്ള ഈസിലി ആൻസർ ചെയ്ത് പോകണം.
കാൽക്കുലേഷൻസും അതുപോലത്തെയാണ്. ചില എക്സാം ഡേയ്സിലുള്ള പേപ്പറിൽ ഒരു 5-6 ക്വസ്റ്റ്യൻ കൂടുതൽ കാൽക്കുലേഷൻ ഉള്ളതും കാണാറുണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ 5 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്, അതൊരു കാര്യമുണ്ട്. പിന്നെ ഈ ബിഗർ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യാറുണ്ട്, കുട്ടികൾ അത് വെച്ച് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ടൈം എടുക്കുന്നത് മറ്റേ ഈസിയർ ക്വസ്റ്റ്യൻസിൽ ഒട്ടും സമയം ചിലവാക്കാൻ പാടില്ല. ഈ എക്സാംസ് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള എല്ലാ കോൺസെപ്റ്റ്സും ഡിസ്കസ് ചെയ്താണ് കൊടുക്കാറുള്ളത് കുട്ടികൾക്ക്. ഇത് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ അധ്യാപകനാണ് RS അനിൽകുമാർ സാർ. ഈ സെനിത്തിലെ കുട്ടികൾ, സെനിത്ത് ബാച്ചിലെ കുട്ടികൾ എത്രത്തോളം പ്രിപ്പയർഡാണ്? നമുക്കിപ്പോൾ സെനിത്തും റിപ്പീറ്ററും തമ്മിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ സെനിത്തിനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ മെയിനിൻ്റെയും അഡ്വാൻസിൻ്റെയും കോച്ചിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ നിരവധി എക്സാംസ് അവർക്ക് ആ മോഡലിൽ എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അത് നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് അവരുടെ മാർക്ക് കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ January 24 തുടങ്ങുന്ന എക്സാംസ് എഴുതാൻ അവർ വെൽ പ്രിപ്പയർഡാണ്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ സ്കൂൾ ഗോയിങ് ബാച്ച്, എൻട്രൻസ് ട്വല്ലി ബാച്ച് ഉണ്ട്. അപ്പോൾ അവരും വെൽ പ്രിപ്പയർഡായിട്ട് നിൽക്കുകയാണ്. അവർക്ക് നമുക്ക് ടോപ്പിക്കെല്ലാം കഴിഞ്ഞു. അവർക്കും ഇനി ഹോൾ ടോപ്പിക് എക്സാം നടത്തും. ഈ എല്ലാ എക്സാമും നിങ്ങൾ എഴുതണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹോൾ ടോപ്പിക് എക്സാമാണ്. നമുക്ക് ഇപ്പോൾ മാത്സിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ചാപ്റ്റർ എന്നല്ല, 2-4 ചാപ്റ്റർ മിക്സ് ചെയ്തിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഹോൾ ടോപ്പിക് എക്സാം എഴുതുമ്പം അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമ്പൽസറി ആയിട്ട് എക്സാം എഴുതണം. എക്സാം എഴുതിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, നമ്മളിത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ വേണം നിങ്ങൾ പോകാൻ. ഈ ജെയുടെ പ്രിപ്പറേഷൻ ഏതൊരു ഏജ് മുതലാണ് അല്ലെങ്കിൽ ഏതൊരു സ്റ്റാൻഡേർഡ് മുതലാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ തുടങ്ങേണ്ടത്? ജനറലായിട്ട് പറഞ്ഞാൽ ഒരു 6ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങും. നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകുന്നില്ല. നമ്മൾ കറക്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് GE-യെക്കുറിച്ച് തന്നെ പലരും അറിയുന്നത്. അതിൻ്റെ ഒരു ചിന്തയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ സഫേറിൻ്റെ സിൽവർ ജൂബിലി ഇയറിൽ സാർ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം. നമ്മളിവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ച് സെനത്തുണ്ട്, അത് 2 വർഷമാണ്. ഇപ്പോൾ 8ാം ക്ലാസ് തൊട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചസ് തുടങ്ങും. അപ്പോൾ 5 ഇയർ കോഴ്സാണ്. 8, 9, 10, 11, 12 ഇവിടം കൊണ്ട് അവർക്ക് അഡ്വാൻസ്ഡ് നല്ല റാങ്ക് കൊണ്ട് എത്തിക്കാൻ പറ്റും. സെഫയറാണ് ആദ്യമായിട്ട് അങ്ങനെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഫുൾ ടൈം അത് നടത്തിക്കാനാണ് ഈ വർഷം ആലോചിക്കുന്നത്. ഈ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ഇനിയുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? ഇനി മെയിനായിട്ട് അവർ ഹോൾ ടോപ്പിക് എക്സാം എഴുതുന്നതാണ്. ഹോൾ ടോപ്പിക് എക്സാം എഴുതുമ്പോഴാണ് ഏതൊക്കെ ടോപ്പിക്കിൽ എവിടെയാണ് അവർക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് അറിയാൻ പറ്റുള്ളൂ. കാര്യം പലപ്പോഴും ചാപ്റ്ററിൽ കണക്ട് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആപ്ലിക്കേഷൻസ് ആണ്. ചിലപ്പം ഫോർ എക്സാമ്പിൾ മെക്കാനിക്സ് എടുത്താൽ 1ാമത്തെ ടോപ്പിക്ക് തൊട്ട് 7ാമത്തെ ടോപ്പിക്ക് വരെ കണക്ട് ചെയ്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇനി ഹോൾ ടോപ്പിക് എക്സാമിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. ഒരു ദിവസം വേണമെങ്കിൽ 2 എക്സാം അവർ എഴുതിയാലും കുഴപ്പമില്ല. അതിൻ്റെ റെമഡിയൽ വർക്ക് കൂടെ ചെയ്തു. ഇപ്പോൾ ഹോൾ ടോപ്പിക് എക്സാം നടക്കുന്നതിൻ്റെ കറക്റ്റ് ഡൗട്ട് ക്ലിയറൻസ് സഫയറിൽ അവൈലബിൾ ആണ്. ഇവിടെ ടീച്ചേഴ്സ് രാത്രി 10 മണി വരെ ലൈബ്രറിയിലുണ്ട്. ഏത് സമയത്ത് വന്ന് ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന. അതോടൊപ്പം തന്നെ എത്ര ഹോൾ ടോപ്പിക് എക്സാമിനേഷനും എഴുതാനും ഉള്ള അറേഞ്ച്മെൻറ്റ് സഫയർ നടത്തി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ എക്സാംസ് എഴുതുക, എക്സാമിൽ തെറ്റിയ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ പഠിച്ചെടുത്ത് നല്ലൊരു ക്ലാരിറ്റിയിലേക്ക് എത്തിയിട്ട് നമുക്ക് ആ ഒറിജിനൽ എക്സാമിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ, നമ്മൾ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ നല്ല ലെവലിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ശരി, അത് കൺസേൺ ടീച്ചേഴ്സിനെ കാണുക, അതിൽ ഡൗട്ട് ക്ലിയറൻസ് നടത്തുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ GE എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി തുടർന്ന് ഓരോ സബ്ജക്റ്റിലും നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻസാണ് ആവശ്യം, അതിൽ ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയ വീഡിയോസുമായിട്ട് നമുക്ക് തൊട്ടു പിന്നാലെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ZEPHYR, the dream team in entrance coaching.